ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഫ്രൈഡേ ഈവനിങ് ആണ്. അപ്പം നമ്മളിതാ കുറച്ച് അയലയും കൊഞ്ചുമൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ചിരിയാണ് നിങ്ങൾ എൻ്റെ മുഖത്ത് കണ്ടത്. അപ്പം നാട്ടിൽ പോയിട്ട് വന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടും മീനൊന്നും കിട്ടിയില്ല. എന്തെങ്കിലും മീൻ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞപ്പോഴേക്ക് ചേട്ടൻ പോയിട്ട് ഇതാ അയലയും കുറച്ച് കൊഞ്ചും മേടിച്ചിട്ട് വന്നു. കുറച്ച് അയല എടുത്ത് ഞാൻ കറി വയ്ക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് അയല വറക്കാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ ബാക്കിയുള്ള കൊഞ്ച് നമുക്ക് റവ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചേക്കണത്. ഇനി കുടംപുളി നമുക്ക് മീൻ കറി വയ്ക്കാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചു. ഇനി നമുക്കിതാ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഫ്രിഡ്ജിൽ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പണി എളുപ്പമായി. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നുറുക്കിയെടുക്കാം. ഇത് മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ. അപ്പോൾ മീൻകറി ഞാൻ ഇന്നാക്കി വയ്ക്കും. നാളത്തേക്കിനാണ് മീൻകറി എടുക്കുക. ഇല്ലെങ്കിൽ രസം ഉണ്ടാവില്ലല്ലോ. പെട്ടെന്ന് തന്നെ മീൻകറി കൂട്ടുമ്പോൾ അതിനൊരു രസമില്ല. ഒരു ദിവസം ഇരുന്നിട്ട് കഴിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. അപ്പോൾ എന്ത് ചെയ്യും, നമുക്കിനി കൊഞ്ച് പുരട്ടി വയ്ക്കാം. അതിനായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് പുളിവെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ മാത്രമാണ് ഇടുന്നത്. ഈ സമയത്ത് അലൂട്ടൻ എന്നെ സഹായിക്കാനായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അവന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ എടുത്ത് കളിക്കാൻ വേണ്ടിയിട്ടാട്ടോ. പക്ഷെ ഞാൻ അപ്പുറത്ത് കൊണ്ടിരുത്തി, അല്ലെങ്കിൽ മുളക് പൊടിയിലൊക്കെ ഇട്ട് കണ്ണിലൊക്കെ ആക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ചേച്ചിമാരോട് കൊണ്ട് അവനെ ഇരുത്തി. അതിനുശേഷം ഞാൻ തിരിച്ച് വന്നിട്ട് മുളക് പൊടി മസാലയൊക്കെ ആക്കിയിട്ട് ഇതിൽ മീനിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ സമയത്തേക്ക് നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് നാളെ എടുക്കാം. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ കൊഞ്ചാണ്, അതിലിപ്പോൾ എടുക്കണില്ലേ. ഇതാ കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് റവ എടുത്തിട്ടുണ്ട്. ഇവിടെ ഗോവയിൽ ഇങ്ങനെ കേട്ടോ എല്ലാവരും മീൻ ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യമൊക്കെ എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല ഇങ്ങനെ കഴിക്കാനായിട്ട്. പോകെ പോകെ നമ്മൾ ടേസ്റ്റൊക്കെ പഠിച്ചു തുടങ്ങി. മക്കൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ. എൻ്റെ രണ്ടാമത്തെ പുത്രി ആകെ കഴിക്കുന്ന ഒരു മീൻ ഇത് മാത്രമാണ്. ബാക്കിയൊക്കെ തല്ലി എണിച്ച് കൊടുക്കണം കഴിക്കാനായിട്ട്. കൊഞ്ചുണ്ടെങ്കിലൊക്കെ ഹാപ്പിയാണ്. അപ്പോൾ അതേ നമുക്ക് ഇത് അത്യാവശ്യം നല്ല ചൂടായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒട്ടും എണ്ണ ചൂടായില്ലെങ്കിൽ മീനിലേക്ക് ഒരുപാട് എണ്ണ കുടിക്കും കേട്ടോ. ഇനി നമുക്ക് 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുട്ടി വ്ളോഗാണ്. വലിയ വ്ളോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. നമ്മുടെ കുറച്ച് 2 മാസത്തെ ആശുപത്രി കേസ് ഒക്കെ കഴിഞ്ഞ് നാട്ടിൽ നമ്മൾ എത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അല്ലൂസിന് ചെറിയൊരു പനിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പം അത്യാവശ്യം നല്ല മഴയാണ് 2-3 ദിവസമായിട്ട്. അതുകൊണ്ടാണ് തോന്നുന്നു പെട്ടെന്ന് കാലാവസ്ഥ ചേഞ്ച് ചെയ്തപ്പോഴേക്ക് പനിയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 2-3 ദിവസമായിട്ട് ഷോർട്സ് ഒന്നും ഞാൻ ഇടുന്നുമില്ല. അപ്പോൾ അത് മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ കഴിക്കാനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വലിയൊരു വീഡിയോ ആയിട്ട് വരാനായിട്ട് നോക്കാം. അപ്പോൾ എന്താ പറയുക, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാണ്ട് തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.